ഹലോ എവ്രി വൺ, നമ്മുടെ 9th CBSE ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഗ്രാമർ ടോപ്പിക്കുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്രാമർ ടോപ്പിക്സിന്റെ ലിസ്റ്റ് ഇതിനെ കൂടെ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ പറയുന്ന റീഅറേഞ്ചിങ് ദ പാർട്സ് എന്നുള്ള ഈ ഒരു സെഗ്മെന്റ് ആണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കൺഫ്യൂഷനും ഇതോടെ ക്ലിയർ ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് നമ്മൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിന് ശേഷം എക്സ്ട്രാ ഒരു 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് ചെയ്ത് നോക്കി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്ഷനിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന്റെ ആൻസർ അവസാനം നിങ്ങൾ കമന്റ് ബോക്സ് ചെയ്യുക. ഇതുപോലുള്ള ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് കമന്റ് ബോക്സ് അല്ല, ഇതുപോലുള്ള ധാരാളം വീഡിയോസിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരും. നമുക്ക് തുടങ്ങിയാലോ, സെറ്റ് ആക്കിയാലോ? എക്സാക്ട് ക്വസ്റ്റ്യൻ, അത്രയും പവർ ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് ഈ ഒരു സെഗ്മെന്റ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, റീഅറേഞ്ചിങ് ദ പാർട്സ് അല്ലെങ്കിൽ സെന്റൻസ് റീഅറേഞ്ച്മെന്റ് എന്നുള്ള പരിപാടി എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം എക്സാക്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സിമ്പിൾ ടു കോംപ്ലക്സ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കിയോ, ഇതാണ് നമ്മുടെ റൈറ്റിംഗ് സ്കിൽ ആൻഡ് ഗ്രാമർ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ബിയിൽ ഇത്രയും ഗ്രാമർ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് ഈ വർഷം മുതൽ നിങ്ങൾക്ക് എഴുതാൻ. 9ാം ക്ലാസ്സിന് പുതിയ സിലബസ് ആണ് ഇതിൽ നിങ്ങൾക്ക് എഴുതാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മെച്ചം എന്ന് വെച്ചാൽ അടുത്ത വർഷം 10th CBSEയിലും ഓൾമോസ്റ്റ് റെപ്ലിക്ക ഗ്രാമർ ടോപ്പിക്സ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങളൊരു ഭാഗ്യം നോക്കണേ. ഇപ്പോൾ 9ാം ക്ലാസ്സിൽ നിങ്ങൾ സിലബസ് മാറി, ഇനിയിപ്പോൾ 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ സിലബസ് മാറും. ഏതായാലും PYQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. നല്ല മാറ്റങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല ആ ഒരു ക്രൈറ്റീരിയ മാറൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഏതായാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. വലിയ തരത്തിലുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചേഞ്ചസ് ഒന്നും വന്നിട്ടുണ്ട് നമുക്ക് പറയാനില്ല. എന്നിരുന്നാലും നോക്കിക്കോ, ഗ്രാമർ ടോപ്പിക്സിൽ ഇതാ ടെൻസസ് പല കോണ്ടെക്സ്റ്റിൽ വരുന്ന സിറ്റുവേഷൻ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. മോഡൽ ഓക്സിലറീസും അതിന്റെ മോഡൽ ഓക്സിലറീസ് എവിടേക്ക് യൂസ് ചെയ്യും, എങ്ങനെ യൂസ് ചെയ്യും, അത് സംഭവം തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. റിപ്പോർട്ട് സ്പീച്ച്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ, കമാൻഡ് തരത്തിലുള്ള റിപ്പോർട്ട് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ തന്നെ കണ്ടീഷൻ ക്ലോസ്, അതായത് ടൈപ്പ് 1ലുള്ള കണ്ടീഷൻ ക്ലോസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ സബ്ജക്ട് വേർബ്, കോൺകോർഡ്, ഡിറ്റർമിനേഴ്സ്, ക്ലോസ്, ഓക്കെ, ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആണ്. എഡിറ്റിംഗ് അല്ലെങ്കിൽ ഒമിറ്റിംഗ്, അതായത് ഒരു സെന്റൻസ് വന്നാൽ അത് എഡിറ്റ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ അതിൽ നിന്ന് വെച്ചാൽ അത് ഒഴിവാക്കാനുണ്ടാവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ, ഒരു സെന്റൻസ് വന്നിട്ട് അതിനെ വേറൊരു രീതിയിൽ, അതിനെ കറക്റ്റ് രീതിയിലേക്ക് നിങ്ങളോട് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി വരും. ഏകദേശം നമ്മുടെ ഈ പറയുന്ന റിപ്പോർട്ടർ സ്പീച്ച് ഒക്കെ പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ലെവലും വരുന്നത്. ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോ നമ്മൾ 3 മാർക്കിന്റെ സെന്റൻസ് റീഅറേഞ്ച്മെന്റ് എന്നുള്ള സെഗ്മെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? നോക്കിക്കോ, സെന്റൻസ് റീഅറേഞ്ച്മെന്റിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ ചെയ്യാൻ പോവാണ്. സോക്കർ ഹി പ്ലേസ് ഹിസ് ഫ്രണ്ട് വിത്ത്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ ആൻസർ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഫോർ അസ് കുക്സ് ഡിന്നർ ഷീ, ഇതൊക്കെ മിസ്റ്റേക്ക് ആണ്. ഇത് കറക്റ്റ് ഓർഡറിലേക്ക് ആക്കുന്ന രൂപം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് MCQ ക്വസ്റ്റ്യൻസ് ആണ്. അതിന് മുൻപ് നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അല്ലാതെ ചെയ്ത് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനൊരു ടിപ്സ് ആണ്. all the parts of സെന്റൻസിന്റെ കംപ്ലീറ്റ് പാർട്സ് വായിച്ചു നോക്കുക. ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതിൽ നിന്ന് ആ ഒരു സെന്റൻസ്, വായിച്ച സെന്റൻസുകളിൽ നിന്ന് ഇതിൽ നിന്ന് ഒരു ഐഡിയ, എന്തിനെ പറ്റിയാണ് പറയുന്നത്, ഫുട്ബോളിനെ പറ്റിയിട്ടാണ്, അവൻ കളിച്ചു അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ, ആ ഒരു സാധനം വെച്ചിട്ട് ആ ഒരു ഐഡിയ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എലിമിനേറ്റ് വിച്ച് കനോട്ട് ബി ഫസ്റ്റ് ഓർ ലാസ്റ്റ്, ഇതിൽ ഫസ്റ്റ് ആവാൻ സാധ്യത, വിത്ത് എന്നുള്ളത് ഫസ്റ്റ് ആവുമോ അല്ലേ? അതുപോലെ തന്നെ ഹിസ് ഫ്രണ്ട്സ് എന്നുള്ളത് ഫസ്റ്റ് വരുമോ? ഇല്ല. അപ്പൊ ഹിസ് ഉണ്ട്, അവിടെ ഇത്തുണ്ട്. അത് സ്റ്റാർട്ടിങ്ങിൽ വരാൻ പറ്റാത്തതും ആ എൻഡിൽ വരാൻ പറ്റാത്തതിനെയും എലിമിനേറ്റ് ചെയ്യുക. ഡു പെയറിംഗ് തോട്ട്ഫുള്ളി, ചിന്തിച്ചുകൊണ്ട് പെയറിംഗ് ചെയ്യുക, കറക്റ്റ് ആക്കുക, ആലോചിച്ച് ഉത്തരം സെലക്ട് ചെയ്യുക. സെന്റൻസ് വീണ്ടും ഓർഡർ ആക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക റെഡി ആണോ എന്നുള്ളത്. ഓക്കെ, ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു കുഞ്ഞു 3 ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പവർ ക്വസ്റ്റ്യൻ നമുക്ക് സെറ്റ് ആക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, റിയലി ഡസ് ഹി മേക്ക് സച്ച് മിസ്റ്റേക്ക്. നിങ്ങൾ ആൻസർ പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ ആൻസർ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ മനസ്സിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതിന്റെ ആൻസർ എന്തായിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ആണ് എഴുതാൻ പോവാണ്. ഒരിക്കലും ഹി ആണ് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് എന്ന് കരുതി ഹി അവിടെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കും എന്ന് ഇല്ല. നമ്മൾ മാക്സിമം കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുക. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഹി, നമുക്ക് എഴുതിയാൽ മതിയല്ലോ, നമ്പർ കൊടുത്താൽ മതിയല്ലോ അല്ലേ, റെഡ് പിടിക്കാം. ഹി rarely make such he rarely does make such mistakes. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ കിട്ടിയല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, been waiting for 2 hours, they have here. അപ്പോൾ അതായത് ബീൻ വെയിറ്റിംഗ് ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ വരില്ല, നമുക്ക് ആലോചിച്ചറിയാം. they have been waiting
here for 2 hours. They have been waiting here for 2 hours. റെഡി. ഈ ലെവലിൽ ആൻസർ കിട്ടിയിട്ടുണ്ടോ? പോസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ലാസ്റ്റ് ആണ്. ഇതൊരു കഴിഞ്ഞ് നമുക്ക് പവർ ക്വസ്റ്റ്യനിലേക്ക് പോകും. wherever goes respect she earns she. wherever, ഇവിടെ 2 ഷീ ഉണ്ട്, അത് ഏത് വേണമെങ്കിലും അങ്ങോട്ടും ആവട്ടോ. she goes, she earns respect. സിമ്പിൾ ക്വസ്റ്റ്യൻ സെറ്റായി. ഇനി നമ്മൾ പവർ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതിന്റെ 3-ൽ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. പവർ ക്വസ്റ്റ്യൻ സെറ്റാക്കാൻ പോവാണ്. തുടങ്ങുകയാണ് മോനെ. അതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ 9th സ്റ്റാൻഡേർഡ് 9th CBSEയുടെ ഓൺലൈൻ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ആപ്പിലൂടെ സൈലത്തിന്റെ നമ്മുടെ നിഞ്ച ബാച്ചിലൂടെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, അതുപോലെ തന്നെ പ്രീമിയം വീഡിയോസ്, പ്രീമിയം പ്രീ റെക്കോർഡഡ് വീഡിയോസ് മാത്രമല്ല ഇത്രയും സെഗ്മെന്റ് ഏതൊക്കെയാണ്? DPP, സ്ലൈഡ്, നോട്ട്സ്, പിന്നെ ഇൻസ്റ്റാലാണ്, മൈൻഡ് മാപ്പ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, NCERTയുടെ ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ്, ടേം വൈസ്, മോഡൽ എക്സാം, ഇന്നാപ്പ്, കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുള്ള കിടിലം ഫീച്ചേഴ്സോട് കൂടിയാണ് ഇത്തവണ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞുതരും. ഇതാണ് ഇത്തവണ 3 സെഗ്മെന്റ് ആയിട്ടാണ് നമ്മുടെ ബാച്ച് വന്നിട്ടുള്ളത്. ബേസ് പ്ലാന്, ഇൻഫിനിറ്റി പ്രോ എന്തൊക്കെയാണെന്നല്ലേ? ബേസ് പ്ലാനിൽ എന്തൊക്കെ ഉണ്ടാവും, അതായത് ഇതാണ് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇതാ ഓരോ പ്ലാനിലും നിങ്ങൾക്ക് ഓരോ ഫീച്ചേഴ്സ്. ഇൻഫിനിറ്റി പ്രോയിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്ന ഒരു ഫീച്ചർ, ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതാണ്, ഫാൽക്കൺ ബാച്ചിന്റെ ആക്സസ്. അതായത് ഭാവിയിൽ IAS, IPS, അതുപോലെ തന്നെ നീറ്റ്, JEE പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ എഴുതണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴേ അതിന് വേണ്ടി സെറ്റാക്കണം. അതിന് ഫൗണ്ടേഷൻ ബാച്ച് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫാൽക്കൺ ബാച്ച്. അത് സെപ്പറേറ്റ് അത് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബാച്ചിൽ പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതും കൂടി ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതില്ലാത്തൊരു ബാച്ചാണ് ഇൻഫിനിറ്റി. അതിന്റെ കൂടെ പേൾ വീഡിയോസ് ഇല്ലാതെ, അതായത് പ്രീമിയം പ്രീ റെക്കോർഡ് വീഡിയോസും ഇൻസ്റ്റാലാണ് മൈൻഡ് മാപ്പും ഇല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ബാച്ചാണ് ബേസ് പ്ലാന്. ഐ സജസ്റ്റ് നിങ്ങൾക്ക് ഫാൽക്കൺ ബാച്ച് വേണ്ടെങ്കിൽ ഐ സജസ്റ്റ് ഇൻഫിനിറ്റി. ഫാൽക്കൺ ബാച്ച് കൂടി അതിനേക്കുള്ള താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻഫിനിറ്റി പ്രോ അതാകുമ്പോൾ ഇതിൽ കുറച്ചുകൂടി ലാഭം ഉണ്ടാവും. ഓക്കെ, ഏതായാലും നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കുക. യു ക്യാൻ കോൾ ടു ദിസ് നമ്പർ ഫോർ എനി ക്വയറി. യെസ്, നിങ്ങൾ ആലോചിക്കുക, സെറ്റൊക്കെ പുറക്കുക. പവർ ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കോ. റീഅറേഞ്ച് ദ ഫോളോയിങ് ഫ്രേസസ് ഇൻ ടു മീനിങ് ഫോർ സെന്റൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ദ ബിഗിനിങ് ഓഫ് ദ സെന്റൻസ്, സ്റ്റാർട്ടിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ നീഡ് ഫോർ എ സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്, ഒരു സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ആവശ്യത്തിന് നിങ്ങൾ ആൻസർ ചെയ്തോ. ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കാം. യെസ്, ഇതിന്റെ കറക്റ്റ് ആൻസർ ഞാൻ ഇവിടെ കാണിക്കാൻ പോവാണ്. ഏതായാലും അതൊന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ ആ ഒരു ആൻസറിലേക്ക് വരും കേട്ടോ. പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. യെസ്, ഞാൻ അതിന്റെ ആൻസർ കാണിക്കാൻ പോവാണ്, അല്ലെങ്കിൽ അതിന്റെ ആൻസർ പറയാൻ പോവാണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് വരുന്നത് ആക്ച്വലി 3rd one ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ, DCAB. ഓക്കെ, നോക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. The already starting ഇവിടെ കൊടുത്തിട്ടുണ്ട്. The need for a scientific understanding of phenomena like climate change, biodiversity and conservation. The Rio Earth Summit, the first of its kind. Okay, DC ആണല്ലേ. Conservation of natural ecosystem including forest was the main objective of the Rio Earth Summit, the first of its kind involving world leaders on environment and development. ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആയിട്ട് അതിന്റെ ലോജിക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്നതിലൊക്കെ ഈ CD വരുന്നുണ്ടോ? CD വന്നാൽ ആൻസർ കിട്ടില്ല. കാരണം സിന്റെ അവസാനം ഓഫ് ഉണ്ട്, ഡിന്റെ അവസാനം ഓഫ് ഉണ്ട്. അതായത് ഓഫ് നാച്ചുറൽ എക്കോസിസ്റ്റം ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ് വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനോമിന. 2 ഓഫ് വന്നാൽ റെഡി ആവോ? ഇല്ല. പിന്നെയുള്ള DBAC ആണ്. അപ്പോൾ DBACന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നോക്കാം, നിങ്ങളത് വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ പിന്നെ സാധനം മനസ്സിലാകും. നോക്കാം. ദ നീഡ് ഫോർ എ സയൻസ്, അത് ലോജിക്കലി നിങ്ങൾക്ക് അത് കിട്ടിക്കൊള്ളണമെന്നില്ല. ദ നീഡ് ഫോർ എ സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ അത് എന്താക്കാം, അതിന്റെ ആൻസറും കൂടി വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ദ നീഡ് ഫോർ എ സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിനോമിന ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, ദ റിയോ എർത്ത് സമ്മിറ്റ്. കണ്ടോ, അതിന്റെ കൺസർവേഷന് വേണ്ടിയിട്ട് എർത്ത് സമ്മിറ്റ് അവിടെ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ വരുന്നത് ദ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്, DBB ആണ് അല്ലേ. ഓക്കെ, ഫിനോമിന ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ involving world leaders on environment and development, the Rio Earth Summit, the first of its kind of natural ecosystem including forest was the main objective of. അപ്പോൾ ഓഫ് ലാസ്റ്റ് വന്നു. ഓഫ് ഫൈനലി വരുന്ന സിസ്റ്റം നമുക്ക് ശരിയാവുമോ? അവസാനം എൻഡിൽ ഓഫ് വരാൻ പറ്റുമോ? ഇല്ല, എൻഡ് പ്രോപ്പർ ആവുന്നില്ല. അതുകൊണ്ട് അതും
ക്യാൻസൽ ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ്. സോ നമുക്ക് ബെസ്റ്റ് ആൻസർ വരുന്നത് ഇങ്ങനത്തെ ഓപ്ഷൻസ് വരുന്ന സമയത്ത് എലിമിനേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ്സ് റൈറ്റ് വേ. അപ്പോൾ ഏതായാലും ഇത് ആൻസർ കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 3 ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ നമ്മൾ ചെയ്യുന്നത്. എക്സ്ട്രാ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ തരുന്നതായിരിക്കും. യെസ് ഇതൊന്ന് ചെയ്ത് നോക്കൂ. ഇതിന്റെ കറക്റ്റ് ആൻസർ നമുക്ക് ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ് നോക്കിക്കോ. ദ പോയിന്റ് ഈസ് ദാറ്റ് ബോത്ത് ഇത് സ്റ്റാർട്ടിംഗ് ആണ്, സ്റ്റാർട്ടിംഗ് കൊടുത്തതാണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, യെസ് ഇതിന്റെ കറക്റ്റ് ആൻസറിൽ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യാണ്. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോസ് ചെയ്ത് നോക്കുക. DABC ഇതിന്റെയും തേർഡ് വൺ തന്നെയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ദ പോയിന്റ് ഈസ് ദാറ്റ് ബോത്ത് എക്കോളജി ആൻഡ് റിസോഴ്സ് മാനേജ്മെന്റ് സയൻസ് ആൻഡ് മെക്കാനിസ്റ്റിക് വേൾഡ് വ്യൂ ഷേപ്ഡ് ബൈ ദ യൂട്ടിലിറ്റേറിയൻ പ്രിമൈസ് ഓക്കെ അതല്ല മാനേജ്മെന്റ് സയൻസ് ദാറ്റ് ഡെവലപ്ഡ് അണ്ടർ ദ conventional and mechanistic worldview shaped by the utilitarian premise of the industrial age had more to say about the human mission to extract rather than the conservation. This is the best answer. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ അത് പിന്നെ ചില സമയത്ത് അത് ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിരിക്കും. ഏറ്റവും ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നതായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, കറക്റ്റ് ആൻസേഴ്സ് അല്ല. ഓക്കെ, മറ്റതൊക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷെ ബെസ്റ്റ് ആൻസേഴ്സ് സെലക്ട് ചെയ്യുന്നതാണ് MCQ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ വരുന്നത്. ഇത് തന്നെയാണ് ഭാവിയിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന നീറ്റ് JEE പോലെയുള്ള എക്സാമുകളിലൊക്കെ ആണെങ്കിലും ഈ MCQ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത അത് ബാക്കിയുള്ളതൊക്കെ തെറ്റാണെന്നല്ല, എല്ലാം കറക്റ്റ് ആയിരിക്കും. ബെസ്റ്റ് ആൻസർ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഇതിലെ ബെസ്റ്റ് ആൻസർ ഇതാണ്. DABC എന്നുള്ള സെഗ്മെന്റ് ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനോട് കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കാം, നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പാർട്ട് ഫ്രം മെനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക, ഗസ് ചെയ്യുക, അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ട്രൈ ഔട്ട് ചെയ്യുക. ഇതിൻ്റെയും ആൻസർ വരുന്നത് 3 തന്നെയാണ്, CDB ആണ് കേട്ടോ. യെസ്, അപ്പാർട്ട് ഫ്രം മെനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ഗ്ലോബലൈസേഷൻ ആൻഡ് ദ ഹെജിമോണി ഓഫ് ഇംഗ്ലീഷ്, the language communities cannot shirk their responsibility for the endangerment of the local languages. This is the correct answer. ബാക്കിയുള്ളതൊക്കെ we can say it's a correct, but the best answer is the best option is 3. ഓക്കെ, ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 ക്വസ്റ്റ്യൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. 1 ഇത് പോസ് ചെയ്തിട്ട് ആൻസർ സെറ്റാക്കുക, 2 സെറ്റാക്കണം, 3 സെറ്റാക്കുക. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ ഓക്കെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. യെസ്, നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സെറ്റാക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഡിസ്കഷനായിട്ട് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മി ജംഷദ്, യു കൻ കോൾ മി JD. നമ്മുടെ ബാച്ചിൻ്റെ കാര്യം മറന്നുപോയത്, നിഞ്ച ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കയറിപ്പോരെ 9954000800 നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെഗ്മെന്റിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറയാൻ പറ്റും. ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ബാച്ച് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടുക, ഇതിന്റെ ആൻസറും കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് നിങ്ങളുടെ 9th CBSE ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.